തീർത്ഥാടന വിഷയം നിങ്ങളുടെ തന്നെ പാർട്ടിയിൽപ്പെട്ടവർ പലതരത്തിൽ ഡിബേറ്റുകളിൽ ഉന്നയിക്കുകയാണ്. ശരിക്കും സനോജിന്റെ പാർട്ടിയിൽപ്പെട്ടവരാണോ അത് ഉന്നയിച്ചത്? ഒന്നും കൂടി കേട്ടോക്കൂ. തീർത്ഥാടനത്തിന് പോവാം, അമ്പലത്തിൽ പോവാം, എവിടെ വേണേലും പോവാം. പ്രമോദ് പുഴങ്കരി ഇത് കേട്ടോപ്പാ. നോമിനോട് അങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ല. ഈ നിങ്ങൾ പറയുന്ന അതേ വാചകത്തിന്റെ ഘടനയിൽ ഒന്നും പറയാൻ സൗകര്യപ്പെടുന്ന ആളല്ല ഞാൻ. ആ നോമിനോടാ VD സതീശൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, തെരഞ്ഞെടുപ്പ് കാലത്ത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതല്ലേ ഹേ പറഞ്ഞത്. നമസ്കാരം. സർക്കാർ ന്യായീകരണ നിരീക്ഷകരുടെ ഒരു ഗതികെട്ട അവസ്ഥയെക്കുറിച്ച് ഓർത്തപ്പോൾ ഈ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര പ്രഖ്യാപിച്ച ഉത്തരവ് വന്ന ശേഷം തെരഞ്ഞെടുപ്പ് പ്രചരണ കാലത്ത് UDF കാണിച്ച ഗിമ്മിക്കുകൾ വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടു, ചോദ്യം ചെയ്യപ്പെട്ടു. അതിലൊന്നാമത്തേത് തീർത്ഥാടനത്തിനും അമ്പലത്തിലും ടൂറിനും ഒക്കെ സ്ത്രീകൾക്ക് പോകാം എന്ന വാഗ്ദാനമായിരുന്നു. അതായത് എല്ലാ വണ്ടിയിലും KSRTCയിൽ യാത്ര ചെയ്യാം എന്ന് മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ പറഞ്ഞതാണ്. അത് കേട്ടുകൊണ്ട് തുടങ്ങാം. നമ്മൾ വന്നു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്രയാണ്. എവിടെ വേണേലും പോവാം. ടൂറ് പോവാം, തീർത്ഥാടനത്തിന് പോവാം, അമ്പലത്തിൽ പോവാം, എവിടെ വേണേലും പോവാം. കേട്ടല്ലോ, ടൂറ് പോകാം, തീർത്ഥാടനത്തിന് പോകാം, അമ്പലത്തിൽ പോകാം. പറഞ്ഞതാരാണ്? അന്നത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മൂപ്പര് മുഖ്യമന്ത്രിയായപ്പോൾ പ്രഖ്യാപിച്ചതിൽ ഇതൊന്നുമില്ല. ഓർഡിനറി ബസ്സിൽ പോയാൽ എവിടം വരെ പോകും? ഈ വാഗ്ദാനത്തിലെ പൊള്ളത്തരം ആണ് ചോദ്യം ചെയ്യപ്പെട്ടത്. ചാനൽ ചർച്ചകളിൽ സർക്കാർ ന്യായീകരണ നിരീക്ഷകർ വെള്ളം കുടിച്ചു. പ്രമോദ് പുഴങ്കരിയായിരുന്നു റിപ്പോർട്ടറിൽ സ്മൃതി പരുത്തിക്കാടിനൊപ്പം സർക്കാർ വാദം അവതരിപ്പിക്കാൻ എത്തിയത്. മൂപ്പര് കണ്ണടച്ചിരുട്ടാക്കി ഒരു കാര്യം അങ്ങ് തട്ടിവിട്ടു. ഞാൻ അത്ഭുതപ്പെടുകയാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് സ്ത്രീകൾക്ക് തീർത്ഥാടനത്തിന് പോകാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഇടതുപക്ഷ കക്ഷികൾ എന്ന് പറയുന്നവരുടെ വലിയൊരു വിമർശനം. 2 ദിവസമായിട്ട് ആരുടെ വിമർശനം? ഇവിടുത്തെ ഇടതുപക്ഷ കക്ഷികൾ എന്ന് പറയുന്നവരുടെ. അത് അവരുടെ വിമർശനമാണോ, അതോ പണ്ട് മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ നൽകിയ വാഗ്ദാനാണോ? തീർത്ഥാടനത്തിന് പോവാം, അമ്പലത്തിൽ പോവാം, എവിടെ വേണേലും പോവാം. ഇതൊക്കെ പറഞ്ഞിട്ട് അധികാരത്തിലേറിയിട്ട് ഓർഡിനറിയിൽ മാത്രം പോയാൽ മതി എന്ന് പ്രഖ്യാപിച്ചു. അപ്പോൾ അതിനെ ന്യായീകരിക്കണം. സർക്കാർ അനുകൂല ബുദ്ധിജീവികൾ വിചിത്ര ന്യായീകരണ ക്യാപ്സൂൾ എടുത്തടിച്ചതാണ്. സ്ത്രീകൾക്ക് തീർത്ഥാടനത്തിന് പോകുന്നതിനും അല്ലെങ്കിൽ വേറെ എങ്ങോട്ടെങ്കിലും പോകുന്നതിനും അങ്ങനെയല്ല ഈ സ്ത്രീകളുടെ സൗജന്യയാത്രയെക്കുറിച്ച് നമ്മൾ കാണേണ്ടത്. അങ്ങനെയല്ല കാണേണ്ടത്. പക്ഷെ അങ്ങനെ കണ്ടു. അത് കണ്ടതും നാടുനീളെ പറഞ്ഞതും UDF ആണ്, മുഖ്യമന്ത്രി VD സതീശനാണ്. ചോദിച്ചു, പക്ഷെ പുഴങ്കരി ഉണ്ടോ സമ്മതിക്കുന്നു? ഇടതുപക്ഷം പറഞ്ഞിട്ടില്ല. ഇല്ല, അത് തന്നെയാണ് ഞാനും പറഞ്ഞത്. അതല്ലല്ലോ പറഞ്ഞത്, ഇതാണല്ലോ പറഞ്ഞത്. ഞാൻ അത്ഭുതപ്പെടുകയാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് സ്ത്രീകൾക്ക് തീർത്ഥാടനത്തിന് പോകാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഇടതുപക്ഷ കക്ഷികൾ എന്ന് പറയുന്നവരുടെ വലിയൊരു വിമർശനം. ഇതാണ് പറഞ്ഞത്. ഈ പറഞ്ഞത് തെറ്റാണ്, അതല്ല വസ്തുത. ശരിക്കും അത് പറഞ്ഞത് VD സതീശനാണ്. അവരുടെ പ്രകടന പത്രികയിൽ തന്നെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള വാഗ്ദാനവുമായിരുന്നു. ഇതൊക്കെ ഒരു പാട്രിയാർക്കൽ മൈൻഡ് സെറ്റ് കൂടിയാണ്. സ്ത്രീകൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ തീർത്ഥാടനം എന്നാ കാണുന്നത്. സ്ത്രീകളൊക്കെ എന്താ രാവിലെ കുറിയും തൊട്ട് അമ്പലത്തിലേക്ക് പോവുകയാണോ? തീർത്ഥാടനം ഒന്നുമല്ല. തൊഴിലെടുക്കുന്ന മനുഷ്യർ, കുടുംബം നോക്കുന്നവർ, കുട്ടികളെ നോക്കുന്നവർ, വളരെ കൃത്യമായിട്ട് സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തനം. ഇതെന്തെന്നിപ്പാ സ്മൃതി അങ്ങനെയെല്ലാം പറയുന്നത്? ഭരിക്കുന്നവർക്ക് വേണ്ടി സംസാരിക്കാൻ വന്ന ഒരു പാവത്തിനോട് ഭരിക്കുന്നവരോട് പറയേണ്ടതാണ് എന്ന് പറയാമോ? രാഷ്ട്രീയ നിരീക്ഷകൻ, സ്വതന്ത്ര നിരീക്ഷകൻ എന്നൊക്കെ വന്ന് പറഞ്ഞു കഴിയുമ്പോൾ അത് ഭരിക്കുന്നവരോട് പറയേണ്ടതാണ്. ശ്രീ പ്രമോദ് പുഴങ്കര, അത് അല്ല ഈ സനോജ് അല്ലല്ല, ഒരു മിനിറ്റ് ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. അക്കാര്യത്തിൽ എന്താ പറയാനുള്ളത്? സംവാദങ്ങൾ ഇപ്പൊ സനോജ് പറയട്ടെ. പ്രമോദ് പുഴങ്കരിക്ക് അറിയാന്നേ. ഞാനല്ല പറഞ്ഞത്, നിങ്ങൾ പറയൂ. അത് ക്ലിയർ ആയി അതുകൊണ്ടല്ലേ മൂപ്പര് പറയുന്നത്. ശരിയല്ല എന്ന് പറയാനുള്ള മര്യാദ കാണിക്കൂ. അല്ല ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം നോം എന്തു പറയണമെന്ന് നോം തീരുമാനിക്കും. വേണേ വിശ്വസിച്ചാൽ മതി. സനോജ് മാത്രമല്ല ഈ വിഷയത്തിൽ അഭിപ്രായം പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഈ തീർത്ഥാടന വിഷയം നിങ്ങളുടെ തന്നെ പാർട്ടിയിൽപ്പെട്ടവർ പലതരത്തിൽ ഡിബേറ്റുകളിൽ ഉന്നയിക്കുകയാണ്. ശരിക്കും സനോജിന്റെ പാർട്ടിയിൽപ്പെട്ടവരാണോ അത് ഉന്നയിച്ചത്? ഒന്നും കൂടി കേട്ടോക്കൂ. തീർത്ഥാടനത്തിന് പോവാം, അമ്പലത്തിൽ പോവാം, എവിടെ വേണേലും പോവാം. പ്രമോദ് പുഴങ്കരി ഇത് കേട്ടോപ്പാ. ഇനി സതീശൻ പറഞ്ഞാൽ പോലും എങ്കിലും ഒന്നുമല്ല അങ്ങനെ പറഞ്ഞു. ഈ തീർത്ഥാടനം ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കേണ്ടതാണ്.
നോമിനോട് അങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ല. അതല്ലേ ഹേ പറഞ്ഞത്? അതല്ലേ ഹേ പറഞ്ഞത്? അതല്ലേ ഹേ പറഞ്ഞത്? നോം പറഞ്ഞത് കേട്ടുള്ള. സതീശൻ പറഞ്ഞത് ശരിയല്ല. മനസ്സിലാവുന്നില്ലേ? സനോജ് കേൾക്കൂ, അദ്ദേഹം ഇപ്പോൾ പറയുന്നുണ്ട് ഇടതുപക്ഷം പറഞ്ഞത് ശരിയല്ല എന്ന്. സ്മൃതി വരെ കേട്ടു, പക്ഷെ സനോജ് കേട്ടില്ല. ഇതെന്താ കഥ? സ്വതന്ത്ര രാഷ്ട്രീയ നിരീക്ഷകനാണെങ്കിൽ വി.ഡി. സതീശൻ അങ്ങനെ പറഞ്ഞത് ശരിയല്ല എന്ന് പറയാം. നോം അങ്ങനെ ഒന്നും പറയില്ലേ ഹേ. നിങ്ങൾ ഒരു ജനാധിപത്യ സംവാദത്തിൽ പങ്കെടുക്കാൻ പഠിക്കൂ ആദ്യം. ഇത് എന്തുട്ട് സംവാദമാണ്? നോം പറയണ കാര്യം വിശ്വസിക്കാൻ പറ്റില്ലെങ്കിൽ ഇത് എന്തുട്ട് സംവാദമാണ്? നോമിനോട് കളിക്കണ്ട കേട്ടാ, എണീറ്റ് പോണം കേട്ടാ. നിങ്ങളിപ്പോ പറയുന്നത് എന്നെ നിങ്ങൾ പറയുന്ന അതേ വാചകത്തിന്റെ ഘടനയിലൊന്നും പറയാൻ സൗകര്യപ്പെടുന്ന ആളല്ല ഞാൻ. ആ നോമിനോടാ എവിടെന്നാ കയറി വന്നിട്ട് കളി. നോം ആർക്ക് വേണ്ടി സംസാരിക്കണമെന്ന് നോം തീരുമാനിക്കും. നിങ്ങളിവിടെ നിങ്ങൾ എങ്ങനെ സൗകര്യപ്പെട്ടാലും തെറ്റായ കാര്യം പറഞ്ഞാൽ അതിനെതിരായി പറയേണ്ടി വരും. തെറ്റായ കാര്യമല്ല, നോമിന്റെ ശരിയാണ്. നോം പറയുന്നത് കേട്ടോളൂ. ഒരു തെറ്റായ കാര്യവും പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ആകെ കൂടി ലോകത്തെ കാണാൻ കഴിയുന്നത് AKG സെന്ററിന്റെ ജനാലയിലൂടെയും ഇന്ത്യ മാത്രമാണ്. അല്ല പിന്നെ അപ്പുറത്തിരിക്കുന്നയാളെ കുറിച്ച് ഇനി എന്തെല്ലാം പറയാനിരിക്കുന്നു, കേൾക്കാനിരിക്കുന്നു. അല്ലെങ്കിൽ നോം പറഞ്ഞ നുണ കണ്ടുപിടിക്കൂലോ? LDF പറഞ്ഞെന്നല്ലോ പറയുന്നത്, ഞങ്ങളല്ല പറഞ്ഞത്. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? സനോജ് പറയുന്നത് ഞങ്ങളല്ല, വി.ഡി. സതീശനാണ് തീർത്ഥാടനത്തിനും അമ്പലത്തിലും ഒക്കെ പോകാമെന്ന് പറഞ്ഞ് വാഗ്ദാനം സ്ത്രീകൾക്ക് കൊടുത്തത് എന്ന്. പ്രമോദ് പുഴങ്കരയുടെ ഭാഷയിൽ തെറ്റായ സന്ദേശം അത് കൊടുത്തത് എന്നാണ്. തെറ്റാണ് എന്ന് പ്രമോദ് പുഴങ്കരക്ക് അറിയാം, പക്ഷേ പറഞ്ഞതാരാണെന്ന കാര്യത്തിൽ മൂപ്പര് സമ്മതിക്കാൻ പറ്റില്ല. സതീശൻ പറഞ്ഞു എന്നുള്ളത് നാട്ടുകാരെ അറിയാതിരിക്കാനുള്ള ടാർഗറ്റാണ് മൂപ്പരുടെ ഇന്നത്തെ ചർച്ചയുടെ ഒരു ഇത്. അത് പക്ഷേ സനോജ് വിടുന്നില്ല. ഞങ്ങളല്ല, സതീശനാണ് പറഞ്ഞതെന്ന് മൂപ്പര് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ പിന്നെ പ്രമോദ് പുഴങ്കര എന്ത് ചെയ്യും? ജനങ്ങൾക്കുള്ള വിമർശനം വാട്സപ്പിലൂടെയും മെയിലിലൂടെയും അറിയിക്കൂ, ഞങ്ങൾ കേൾക്കാമെന്ന് പറയുന്ന ഒരു സംഘടനയുടെ പ്രതിനിധി ഇവിടെ വന്നിട്ട് മറ്റുള്ളവരെ സംസാരിക്കാൻ പോലും അനുവദിക്കാതെ വക്രീകരിക്കുകയും ചർച്ചയെ ബഹളം കൂട്ടിയിട്ട് KSRTC ബസ്സിലെ സൗജന്യത്തെയും സ്ത്രീകളുടെ യാത്രയെയും ശരിക്കും വക്രീകരിച്ചത് ആരാണ്? ഒന്നും കൂടി നോക്ക്. തീർത്ഥാടനത്തിന് പോവാം, അമ്പലത്തിൽ പോവാം, എവിടെ വേണേലും പോവാം. ഇനിയെങ്കിലും പ്രമോദ് പുഴങ്കരിക്ക് അതിനെ തള്ളിപ്പറയാനുള്ള ധൈര്യം കിട്ടുമെന്തോ? ഇടതുപക്ഷത്ത് ചാരാണ്ടൊരു ധൈര്യം. വി.ഡി. സതീശൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, തെരഞ്ഞെടുപ്പ് കാലത്ത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വി.ഡി. സതീശൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, തെരഞ്ഞെടുപ്പ് കാലത്ത് പാവം വോട്ട് കിട്ടാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വി.ഡി. സതീശൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, തെരഞ്ഞെടുപ്പ് കാലത്ത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് നടപ്പാക്കരുത് എന്ന് പറയേണ്ട ആളുകളാണ് നമ്മൾ. എന്താ അല്ലേ? എന്നിട്ടോ അത് നടപ്പാക്കേണ്ടെന്ന് പറയുന്നവരാണ് നിങ്ങൾ. അതുകൊണ്ട് ഒന്നാം പ്രതി നിങ്ങളാണ് എന്നാണ് ആ ചർച്ച കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത്. അങ്ങനെ പറയുന്നതായിട്ടാണ് തോന്നിയത്. സർക്കാർ ന്യായീകരണ നിരീക്ഷകർക്ക് നല്ലത് മാത്രം വരട്ടെ. നന്ദി, നമസ്കാരം.